ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. അസ്തമയ സൂര്യൻ ചുണ്ടിൽ ചിരി പൊളിപ്പിച്ചുകൊണ്ട് വിട വാങ്ങുകയാണ്. ഉദയത്തേക്കാൾ മനോഹരം അസ്തമയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ മെല്ലെ നടന്ന് വീടിനടുത്ത് അങ്ങാടിക്കടയിലെത്തി. പച്ചക്കറി വാങ്ങാനുള്ള സഞ്ചി ചുരുട്ടി കക്ഷത്ത് വെച്ച് ഞാൻ മോഹനേട്ടന്റെ കട ലക്ഷ്യമാക്കി നടന്നു. എന്നെ നോക്കി ആളുകൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും അമ്മയുടെ വിവാഹം നടത്താൻ മോൻ ശ്രമിച്ചാൽ ആളുകൾ ചിരിക്കില്ലേ? എന്നാ അമ്മയുടെ കല്യാണം? ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. നാരായണേട്ടനാണ്. കളിയാക്കിയതാണോ? ഞാൻ തിരിഞ്ഞു നിന്നു. വരുന്ന 10-ാം തീയതി. അല്ല മോനെ, അപ്പൊ ഞാൻ കേട്ടതെല്ലാം സത്യമാണ് അല്ലേ? എന്ത്? മോന്റെ അമ്മയുടെ കല്യാണം? ഓൾക്കിപ്പോ 50 വയസ്സെങ്കിലും ആയി കാണൂലേ? അതെ. അതിനെന്താ നാരായണേട്ടാ? പ്രായമാവുമ്പോഴല്ലേ കൂട്ട് വേണ്ടത്? ശരിയാ. പക്ഷെ നിന്റെ അച്ഛൻ പോയിട്ട് ഇപ്പോ 10-15 കൊല്ലമായില്ലേ? ഇപ്പോഴാണോ ഇങ്ങനെ ആലോചിക്കുന്നത്? കുറച്ചു വർഷം മുന്നേ ആണെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? അന്നാരും അമ്മയോട് ചോദിച്ചില്ല, നിർബന്ധിച്ചുമില്ല. ഇനി നിർബന്ധിച്ചെങ്കിൽ തന്നെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. എനിക്ക് വേണ്ടി അമ്മ ജീവിച്ചില്ലേ? ഇനിയുള്ള കാലം തന്നെയെങ്കിലും അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണ്ടേ? ഞാൻ നാരായണേട്ടന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നാരായണേട്ടനോട് യാത്ര പറഞ്ഞ് മെല്ലെ മുന്നോട്ട് നടന്നു. അല്ല, ഹണിമൂൺ എവിടെയാ? ഊട്ടിയാണോ അതോ കാശ്മീരാണോ? ആരോ പറഞ്ഞ കമന്റ് എന്റെ ചെവിയിൽ മുഴങ്ങി. ഞാൻ മെല്ലെ നിന്ന് നോക്കിയപ്പോൾ വേണുവാണ്, നാട്ടിലെ പ്രധാന തല്ലുകൊള്ളി. ചോദ്യം എന്നോടാണെങ്കിലും വേറെ ആരുടെയും മുഖത്ത് നോക്കി എന്തോ കാര്യമായി ചർച്ച ചെയ്യുകയാണ്. ചോദ്യം എന്നോടല്ല എന്ന മട്ടിൽ. വേണുചേട്ടാ, മലേഷ്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് സിംഗപ്പൂർ. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. മറുപടി കിട്ടിയ ഉടനെ അയാൾ ആളുകൾക്കിടയിലേക്ക് ഊളിയിട്ടു. ഞാൻ തിരിഞ്ഞു നടന്നു. അല്ലെങ്കിലും ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മയുണ്ട് കരയുന്നു. ഞാൻ മെല്ലെ അടുത്തിരുന്നു. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഞാൻ എന്തൊക്കെയാ കാണിച്ചേ? എനിക്ക് കല്യാണം ഒന്നും വേണ്ട. കുഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ ആയപ്പോൾ ആണോ ഇങ്ങനെയൊക്കെ? ഞാൻ എന്തോ ബുദ്ധിമോശത്തിന് സമ്മതിച്ചു പോയതാ. എനിക്ക് പറ്റില്ല. മോൻ വിവാഹം കഴിക്കാൻ നിൽക്കുമ്പോ അമ്മ വിവാഹം കഴിക്കാൻ പോണു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നീ ഇതൊക്കെ? അമ്മ എന്തൊക്കെയോ പറഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു. ആരോ അമ്മയെ കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപദേശിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. കാരണം ഞാൻ ഒരുവിധം കാര്യങ്ങൾ ശരിയാക്കിയതാണ്. ഞാൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കോലായിലെ അച്ഛന്റെ കസേരയിൽ ചെന്നിരുന്നു. അപ്പോൾ അമ്മയെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഞാൻ മെല്ലെ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. അച്ഛന്റെ അദൃശ്യമായ സാന്നിധ്യം അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കൂടെ എന്തിനും അച്ഛനുള്ള പോലെ. കുറച്ചു കഴിഞ്ഞിരിക്കും അമ്മ എൻ്റെ അടുത്ത് വന്ന് നെറ്റിയിൽ തലോടി. ഞാൻ പറഞ്ഞത് കാര്യമാ ഉണ്ണി, എനിക്ക് വേണ്ട, അതൊന്നും ശരിയാവില്ല. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. അമ്മയുടെ കൈ പിടിച്ചു. ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞതാണല്ലോ, ഞാൻ പോയാൽ 8 വർഷം കഴിയും വരാൻ. അത്രയും കാലം അമ്മയെ ഞാൻ എങ്ങനെ തനിച്ചാക്കും? കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എനിക്ക് അമ്മയെ നോക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ യാത്ര മാറ്റി വെക്കണം. അതിന് ഞാൻ റെഡിയാണ്. എന്താ, അങ്ങനെ വേണോ? അമ്മയുടെ ദൗർബല്യം എനിക്ക് ശരിക്കും അറിയാം. എന്റെ ഭാവിക്ക് വേണ്ടി വിവാഹമല്ല, മരിക്കാൻ പോലും ആ പാവം എന്നും ഒരുക്കമാണ്. എന്നാലും ഉണ്ണി, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? ഞാൻ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിൽ പോയി നിന്നാൽ പോരെ? ഞാൻ പോകുന്നത് 2-3 ദിവസത്തേക്കല്ലല്ലോ. പിന്നെ അന്യജാതിക്കാരനെ വിവാഹം കഴിച്ചു എന്ന പേരിൽ കുടുംബക്കാരെങ്കിലും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അച്ഛൻ മരിച്ചിട്ട് പോലും വരാത്തവർ അമ്മയെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അമ്മയെ ആരുമില്ലാത്ത പ്രായമായവർ താമസിക്കുന്ന സ്ഥലമില്ലേ, അവിടെ ആക്കിയാൽ പോരെ? ഇതാ പറഞ്ഞ ഞാൻ പോണില്ലാന്ന്. ഞാൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഉണ്ണി, പോവല്ലേ? അമ്മ പിന്നിൽ നിന്നും വിളിച്ചെങ്കിലും ഞാൻ കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. എനിക്ക് അറിയാമായിരുന്നു എനിക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യുമെന്ന്. കുറച്ചു മുന്നോട്ട് നടന്നപ്പോഴാണ് നാരായണൻ ചേട്ടനും മകനും നടന്നു വരുന്നത്. അവരെ കണ്ടതും ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. നാരായണേട്ടന്റെ മകൻ എന്റെ അടുത്ത സുഹൃത്താണ്. അവനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നൊരു വിഷമമുണ്ട്. നീ എങ്ങോട്ടാ ഓടണേ? അവൻ ഓടി എന്റെ അടുത്തെത്തി. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം മറന്നു, അതെടുക്കാൻ പോവുകയായിരുന്നു. ഞാൻ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അവൻ എന്റെ കയ്യിൽ പിടിച്ചു. വാ, നമുക്ക് നടക്കാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അവൻ നാരായണേട്ടന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ നടന്നോ, എനിക്ക് ഉണ്ണിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ അവന്റെ കൂടെ നടന്നു. അല്ല, നീ അമ്മയുടെ കല്യാണം നടത്തുന്നു എന്ന് കേട്ടു. ശരി, അത് ഞാൻ വിട്ടു. നീ എങ്ങോട്ടോ പോവുകയാണെന്ന് ഞാൻ കേട്ടു. 8 വർഷം കഴിഞ്ഞിട്ടേ വരൂന്ന്. അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വിസയെ പറ്റി കേട്ടിട്ടില്ല. അത് ഏത് രാജ്യത്താണ് അങ്ങനൊരു വിസ? ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അതൊക്കെയുണ്ട്, നീ ഇപ്പോൾ അതൊന്നും അറിയണ്ട. എല്ലാം ഞാൻ നിന്നോട് വിശദമായി പിന്നീട് പറയാം.
ആദ്യം എനിക്ക് അമ്മയുടെ കല്യാണം നടത്തണം. അവൻ എന്നോട് പലതും ചോദിച്ചെങ്കിലും ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. അവസാനം അവനോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഞങ്ങളുടെ സുഹൃത്ബന്ധത്തിലും ഉലച്ചിൽ തട്ടിയിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന 10-ാം തീയതി വന്നെത്തി. അന്ന് തന്നെയാണ് എനിക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. രജിസ്റ്റർ മാരേജ്. അത് കഴിഞ്ഞ് അമ്മയെയും അച്ഛനെയും വീട്ടിലേക്ക് ഞാൻ സ്വീകരിച്ചു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. അവർക്ക് ഒരു ഗ്ലാസ് പായസം ഞാൻ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് പോകാനുള്ള വണ്ടിയും എത്തിയിരുന്നു. ബാഗെല്ലാം രണ്ടാനച്ഛൻ തന്നെയാണ് വണ്ടിയിൽ കയറ്റി തന്നത്. ഇറങ്ങാൻ നോക്കിയപ്പോൾ അമ്മ റൂമിലിരുന്ന് കരയുകയായിരുന്നു. ഞാൻ മെല്ലെ അകത്തേക്ക് കയറി അമ്മയുടെ കാലിൽ പിടിച്ച് കുറച്ചു സമയം ഇരുന്നു. പിന്നെ അമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് മെല്ലെ ഇറങ്ങി. കാറിനടുത്തുണ്ടായിരുന്നു രണ്ടാനച്ഛൻ. ഞാൻ മെല്ലെ കൈ പിടിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മയെ നോക്കിക്കോളണേ, വേറെ ആരുമില്ല, പാവമാ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ വണ്ടിയിൽ കയറി. കാർ മുൻപോട്ട് പോകവേ തിരിഞ്ഞു നോക്കാൻ പലവട്ടം തോന്നിയെങ്കിലും ഞാൻ ബലം പിടിച്ചിരുന്നു. എനിക്ക് എന്താണ് പറ്റിയത് അറിയില്ല. ചെന്നൈയിലെ ഓഫീസിൽ വെച്ച് തല ചുറ്റി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ആ തമാശ അറിയുന്നത്. ജീവിതത്തിന്റെ അവസാന സ്റ്റേജിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനെന്ന്. പ്രതിനായകൻ ക്യാൻസർ ആണ് പോലും. ഞാൻ കരഞ്ഞില്ല, ഒരുപാട് ചിരിച്ചു. 3 അല്ലെങ്കിൽ 4 മാസം, അത്രേ ഉള്ളൂ ബാക്കി. സത്യത്തിൽ അപ്പോൾ മാത്രമാണ് അമ്മയെക്കുറിച്ച് ഓർമ്മ വന്നത്. ഭൂമിയിൽ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ജീവന്റെ ഭാഗമായിരുന്നു. എൻ്റെ ലോകം അമ്മയായിരുന്നു. ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി വഴക്കിടുകയും ചെയ്തിട്ടുണ്ട്. എന്നും കൂടെ ഉണ്ടാകുമല്ലോ എന്ന വിശ്വാസമായിരുന്നു. പണ്ട് അമ്മ ഒരിക്കൽ പറഞ്ഞു, എടാ എനിക്ക് നിന്റെ മടിയിൽ കിടന്നു മരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാ ആദ്യം പോകുന്നേന്ന്. അപ്പോൾ അമ്മയുടെ മട്ടുമാറി. ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന്, മുഖം നോക്കി നല്ല അടി കിട്ടി. പിന്നെ പിണക്കം, കരച്ചിൽ. കുറച്ചു ദിവസങ്ങൾ അങ്ങനെയായിരുന്നു. ഇല്ല, ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്ന് 1000 വട്ടം പറഞ്ഞപ്പോഴാണ് അമ്മ സാധാരണ പോലെയായത്. അന്ന് അമ്മ പറഞ്ഞത് ഇപ്പോഴും നെഞ്ചിൽ കിടപ്പുണ്ട്. നിനക്കെന്തേലും പറ്റിയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്കറിയാം, എനിക്കെന്തെങ്കിലും പറ്റിയാൽ ആ പാവം നെഞ്ചു പൊട്ടി മരിക്കും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഒരുപാട് ആലോചിച്ചു. അവസാനം ആരും കാണാത്ത വഴിയും കണ്ടെത്തി. വിവാഹം, അമ്മയുടെ കല്യാണം.